പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തന്നെ ഒരു സിനിമ ചെയ്തതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഡെപ്യൂട്ടി കമാൻഡന്റ് എന്ന ജോലി അതിൽ നിന്നും സ്വയം വിരമിച്ചാണ് ഞാൻ ഇന്നിപ്പം സിനിമയിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പോൾ ഇത് നേരിട്ട് കൊച്ചനോട് പറയാനായിട്ടുള്ളൊരു വൈമുഖ്യം എനിക്കന്നുണ്ടായിരുന്നു. വളരെ അത്ഭുതപൂർവ്വം അദ്ദേഹം ചോദിച്ചു. അതിനുശേഷം കുറച്ച് വഴക്ക് കിട്ടി എനിക്ക്. പ്രതിസന്ധി കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല, അതിലെ ആദ്യത്തെ പ്രതിസന്ധിയുടെ ആദ്യത്തെ ഇര ഞാനാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. എൻ്റെ പേര് ശ്രീനിവാസൻ നായർ. ഞാൻ അവിരാച്ചൻ്റെ സ്വന്തം ഇണങ്ങത്തി എന്ന സിനിമ ഇപ്പം റിലീസിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ആ സിനിമയുടെ കഥ, സംഭാഷണം, ഗാനങ്ങൾ എന്നിവ ഞാൻ തന്നെ സൃഷ്ടിച്ചത് കൂടാതെ അതിലെ അവിരാജനായി ഞാൻ അഭിനയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. എന്നോടൊപ്പം അതിൻ്റെ തിരക്കഥ പൂർത്തിയാക്കിയത് ശ്രീ മനു തൊടുപുഴയാണ്. ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയൊരു ചെറുകഥയായിരുന്നു. അതിനെ ഒരു തിരക്കഥാരൂപത്തിലേക്ക് മാറ്റി ഇന്ന് അതിൻ്റെ കാലിക പ്രാധാന്യം കൂടിയോ എന്നൊരു സംശയത്തിൽ ഞങ്ങളതൊരു സിനിമയായിട്ട് പ്രേക്ഷകരുടെ മുമ്പിലെത്തിക്കുകയാണ്. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തന്നെ ഒരു സിനിമ ചെയ്തതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം കഴിഞ്ഞ ഒരു 10-25 വർഷമായിട്ട് ഞാൻ സിനിമ ലോകത്തിൽ ഇന്നത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും പോലെ സിനിമ സ്വപ്നം കാണുന്നുണ്ട്. അതോടൊപ്പം എഴുത്തും കഥയെഴുത്തും കവിതയെഴുത്തും ഒക്കെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് ജോലി സംബന്ധമായി അതൊരു പബ്ലിഷ് ചെയ്യാനായിട്ടോ അതിനെ പ്രസിദ്ധീകരിക്കാൻ സാധിക്കാതെ വന്നിരുന്നു. കാരണം ഞാൻ BSF ഡെപ്യൂട്ടി കമാൻഡന്റ് എന്ന ജോലി അതിൽ നിന്നും സ്വയം വിരമിച്ചാണ് ഞാൻ ഇന്നിപ്പം സിനിമയിലേക്ക് എത്താൻ സാധിച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞത്. എനിക്കൊന്ന് വാസന്തി ലക്ഷ്മിയുടെ അതിൻ്റെ ഒരു കന്നഡ പതിപ്പ് എടുക്കാനായിട്ട് ഞാൻ ശ്രീ ദേവഗൗഡയുടെ മകൻ, ഇന്ന് അദ്ദേഹം മിനിസ്റ്ററാണ്, അദ്ദേഹം ശബരിമലയ്ക്ക് വന്നപ്പം ഞാനായിരുന്നു സെക്യൂരിറ്റി ഓഫീസറായിട്ട് കൂടെ വന്നത്. ശബരിമലയിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പം അവരുടെ സംസാരം മുഴുവൻ വാസന്തി ലക്ഷ്മിയും ചെയ്ത ഒരു പുതിയ സംവിധായകനെ കുറിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ അതെൻ്റെ ചിറ്റപ്പനാണ്, കണ്ടുകളയാം എന്നും പറഞ്ഞ നേരം ദൈവത്തിൻ്റെ മകൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എറണാകുളത്ത് വെച്ച് കൊച്ചനെ കാണുകയും അവർ ആ പ്രൊജക്റ്റുമായിട്ട് മുമ്പോട്ട് പോവുകയും അതിൻ്റെ അതിന് കണ്ടിന്യൂവേഷൻ വരണം എന്നുള്ള രീതിയിൽ വീണ്ടും അദ്ദേഹത്തെ കൊണ്ട് ഞാൻ ചെന്നൈക്ക് പോയപ്പം അവിടെ വെച്ചും ആകസ്മികമായിട്ട് കൊച്ചനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു ഈ വിഷയത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ അവർ താല്പര്യപ്പെട്ടു വന്നതാണ്. പക്ഷേ പിന്നെ എന്തുകൊണ്ട് ആ പ്രൊജക്റ്റ് നടന്നില്ല. അപ്പം ഞാൻ അന്നേരമൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്കുണ്ട്, ഈ പ്രൊജക്റ്റ് ഒന്ന് നടക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീനിവാസനൊരു എൻട്രി ഉണ്ടല്ലോ അല്ലെങ്കിൽ. അപ്പോൾ ഇത് നേരിട്ട് കൊച്ചനോട് പറയാനായിട്ടുള്ളൊരു വൈമുഖ്യം എനിക്കന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാൻ VRS എടുത്ത് കളയാം എന്ന് കരുതി. പെൻഷനബിൾ ആ ഒരു സർവീസായപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലേ കൊച്ചനോട് പറയാം. അങ്ങനെ തുറന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സംവിധാന രംഗത്തേക്ക് വരാം എന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ അന്നേരമാണ് മലയാള സിനിമയിലെ പുതിയ പ്രശ്നങ്ങളുണ്ടാവുകയും പിന്നീട് അതിലേക്ക് വരണ്ട എന്ന കൊച്ചൻ തന്നെ എന്നോട് പറയുകയും ചെയ്തു. ഒരിക്കൽ പോലും ഞാനൊരു അഭിനയിക്കണമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കാൻ മോഹം ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യം മുതൽ തുടക്കം മുതൽ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടായിരുന്നു. പക്ഷേ അഭിനയിക്കാനെന്ന് ഒരു ആഗ്രഹം ഞാനിതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു കൊച്ചനോട്. സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും വിനയൻ കൊച്ചനുമായിട്ട് ഞാൻ സിനിമയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഒക്കെ എനിക്ക് വല്ലാത്ത എന്താ പറയുക, സിനിമ അത് ഒരു വലിയ സിനിമയുടെ ഒരു എൻസൈക്ലോപീഡിയ അല്ലേ. അപ്പം ഞാനങ്ങനെ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ തിരക്കഥയെക്കുറിച്ചൊന്നും പറയത്തില്ല. ഞാൻ എന്തെങ്കിലും കഥകളുണ്ടെങ്കിൽ ഈ കഥയെക്കുറിച്ചൊക്കെ പറയും, ഈ കഥ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അപ്പം ഇങ്ങനെ ഇത് വന്നപ്പം ആദ്യം ഞാനിതൊരു ടെലിഫിലിമായിട്ട് ആക്കാം എന്ന് പറഞ്ഞാണ് പോയത്. അപ്പം ഞാൻ വിനയൻ കൊച്ചനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞൊരു ടെലിഫിലിം ആക്കുന്നുണ്ട് വെച്ചാൽ പറഞ്ഞു കൊള്ളാടാ, അത് നല്ലതാണ്, നീ അതിന് ശ്രമിക്കേ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ടെലിഫിലിം ആക്കി പോയി ആദ്യത്തെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നി അത് കുറച്ചുകൂടെ നന്നായിട്ട് ഒരു സിനിമയാക്കി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു, എന്തായാലും ഇതിൻ്റെ ടെലിഫിലിമിൻ്റെ ഷൂട്ടിങ്. ഞാൻ പറഞ്ഞു വെച്ചാൽ അത് സിനിമയായി. സിനിമയോ? അത് വളരെ അത്ഭുതപൂർവ്വം അദ്ദേഹം ചോദിച്ചു. അതിനുശേഷം കുറച്ച് വഴക്ക് കിട്ടി എനിക്ക്. പക്ഷേ എന്നാലും ഞാൻ കൺവിൻസ് ചെയ്തു. ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിങ്ങനെയായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, കൊള്ളാം, നിൻ്റെ പ്രയത്നം കൊള്ളാം, പക്ഷേ വളരെ ശ്രദ്ധിച്ച് ഓരോ ചുവടും മുൻപോട്ട് വയ്ക്കണം. വളരെ അനുഭവ സമ്പത്ത് തരുന്ന ഉപദേശങ്ങൾ, അത് പലപ്പോഴും എനിക്കെപ്പോഴും ജോലിയിലായിരിക്കുമ്പോഴും എപ്പോഴും എനിക്ക് തരുന്ന ആ ഉപദേശങ്ങൾ അതേ രൂപത്തിൽ അദ്ദേഹം തന്നു. അതിനെ
അതിൻ്റെ പൂർണ്ണതയോടെ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നുവരെ ആ സിനിമയുടെ മുമ്പോട്ടുള്ള ഓരോ പ്രവർത്തനവും മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് പ്രേക്ഷകന് ഇഷ്ടപ്പെടാൻ ഉള്ള എല്ലാ വിഭവങ്ങളും അതിനകത്തുണ്ട്. അതോടൊപ്പം സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല മെസ്സേജോട് കൂടിയാണ് ഈ സിനിമ പുറത്തേക്ക് വരുന്നത്. മലയാള സിനിമയിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കടന്നു വന്ന ആളാണ് വിനീത്. അപ്പോൾ ആ കാലഘട്ടത്തെ എങ്ങനെയാണ്? പ്രതിസന്ധി കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല, അതിൽ ആദ്യത്തെ പ്രതിസന്ധിയുടെ ആദ്യത്തെ ഇര ഞാനാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ അന്ന് ഈ VRS എടുത്ത് വന്ന് കൊച്ചൻ്റെ കൂടെ ജോയിൻ ചെയ്യുക, അതായത് എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ കത്തി നിൽക്കുന്ന സമയം, ആ സമയത്താണ് ഞാനിങ്ങനെ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ അദ്ദേഹം അതിനെ അംഗീകരിച്ചു. ഈവൻ വീട്ടിൽ സംസാരം നടന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു പ്രതിസന്ധി വരുന്നത്. അപ്പോൾ ആ പ്രതിസന്ധിയിൽ എന്നോട് കൊച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എടാ ഞാൻ ഇപ്പം എൻ്റെ ഒരു സർവൈവൽ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല മലയാള സിനിമയിൽ, അപ്പോൾ അതുകൊണ്ട് നിൻ്റെ ഈ നല്ല ജോലി കളയണ്ട എന്ന് പറഞ്ഞു. ആ ജോലി കളയണ്ട എന്ന് പറഞ്ഞപ്പോഴും ആ സമയത്തും ഞാൻ എൻ്റെ VRS ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരുന്നെങ്കിലും അത് നടക്കാതെ വന്നു. അതോടൊപ്പം തന്നെ എനിക്ക് വേറെ അതിലും നന്നായിട്ട് തന്നെ, അതായത് NIA-യിൽ നിന്ന് ഞാൻ തിരിച്ചു പോയിരുന്നെങ്കിലും വീണ്ടും അവരെന്നെ തിരിച്ചു വിളിച്ചു. അവിടെ എനിക്ക് പുതിയ കുറേ അസൈൻമെൻറ്റ് തന്ന് എനിക്ക് ഏകദേശം അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവിടെ നിന്ന് പോയി. അങ്ങനെ നല്ല ഒരു കരിയർ വൈസ് എനിക്ക് അവിടെ നന്നായിട്ടാണ് വന്നതെങ്കിലും എനിക്ക് ഇവിടുത്തെ ഈ ഒരു അനുഭവം വളരെ തിക്തമായിട്ട് തോന്നി. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയായിരുന്നു. പക്ഷേ ഓരോ സമയത്തും സന്ദർഭത്തിലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ കൊച്ചനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ ആ കാര്യങ്ങളിലെല്ലാം വളരെ സപ്പോർട്ടീവായിട്ട് ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ എല്ലാവരും അദ്ദേഹത്തിനെ മാനസികമായിട്ട് പുറമേ, കാരണം സിനിമയിലൊന്നും നമ്മൾ ആരുമല്ലല്ലോ. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ആൾ, അല്ലെങ്കിൽ ഏറ്റവും വിലപ്പെട്ട ആ ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരി കൂടിയാണ്. അപ്പോൾ അതിനെല്ലാത്തിനും ഞങ്ങൾ വളരെ സപ്പോർട്ടായിരുന്നു കുടുംബത്തിന്. പക്ഷേ അത് വളരെ നിർഭാഗ്യകരമെന്ന് പറയുമല്ലോ. അല്ലെങ്കിൽ ഒരു 7-8 വർഷം അല്ലെങ്കിൽ 9 വർഷം മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ ചെയ്യാനും, അല്ലെങ്കിൽ ആ സിനിമയുടെ കൂടെയൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കും ഒരു നഷ്ടമല്ലേ അത് വളരെ നിർഭാഗ്യകരമെന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ സംഭവിക്കുന്നത് എല്ലാം നല്ലതിന് സംഭവിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ടല്ല, അതൊരു പക്ഷേ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നായിരിക്കും. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് കൊച്ചൻ തന്നെ പറയാറുണ്ട്, എടാ ഈ സമയത്ത് എനിക്ക് കുറേ വായന കൂടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം കൂടുതൽ വായിച്ച് പുതിയ ചിത്രങ്ങൾ വരുന്നു. 19-ാം നൂറ്റാണ്ട് വന്നു, ചാലക്കുടിക്കാരൻ ചങ്ങാതി. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന സമയത്ത് എനിക്കതുമായിട്ട് വളരെ അറ്റ്ലീസ്റ്റ് ആ സിനിമയുടെ അടുത്ത് ചെന്നൊന്ന് നോക്കാനായിട്ടുള്ള ഭാഗ്യം കിട്ടാറുണ്ടായിരുന്നു. അതുതന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കൂട്ടിയിരുന്നത്. കാരണം സിനിമയിൽ ഞാൻ അന്നേരം സിനിമയിലേക്ക് വന്നിരുന്നില്ലെങ്കിൽ പോലും എല്ലാ സന്ദർഭങ്ങളിലും ഞാൻ സിനിമയുടെ കാര്യങ്ങളിൽ അന്വേഷിക്കും. അദ്ദേഹം വളരെ കാര്യമായിട്ട് തന്നെ അതേക്കുറിച്ച് പറയും. ഡീപ്പായിട്ടല്ല എങ്കിലും അതേക്കുറിച്ച് പറയാറുണ്ടായിരുന്നു. അതൊക്കെ എന്നും എനിക്ക് അത് ഉപകാരപ്പെടും. കാരണം അത്ര നല്ല ഉപദേശങ്ങൾ, അത്ര നല്ല ഒരു ഡയറക്ഷൻസ്. പിന്നെ ഇതൊന്നും കാണാതെ ഞാനൊരു വശത്തു നിന്ന് ഒരു ഏകലവ്യനെ പോലെ ദൂരെ നിന്ന് നോക്കും, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്രയും മാനസിക സമ്മർദ്ദത്തിനുള്ളിലും നിന്നുകൊണ്ട് ഇത്ര നല്ല പടങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെനിക്കൊരു ഈ അവരാച്ചൻ്റെ സ്വന്തം ഇണങ്ങത്തി എന്ന ആ ചിത്രം ചെയ്യുമ്പം ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു. ഒരു സിനിമ ചെയ്യാൻ എന്തെല്ലാം വേണം, അതൊക്കെ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ആ ഒരു കടമ്പകളിലൊക്കെ ഞങ്ങളെ തന്നെ ഞങ്ങളിൽ വിശ്വാസം തന്നിരുന്നത് ആ ഒരു സമയത്ത് വിനയ കൊച്ചവൻ്റെ വാക്കുകൾ തന്നെയുണ്ട്. ചിലപ്പം ആകാശഗംഗ ഗ്രാഫിക്സ് ഒന്നും ഇല്ലാതിരുന്നപ്പോൾ ചെയ്ത ഒരു ഇതാണെന്ന്. അപ്പം ഞങ്ങളങ്ങനെയൊക്കെ അത് ഞങ്ങൾക്ക് മോട്ടിവേഷനാണല്ലോ. ഞങ്ങളെപ്പോലെ ഒരു സിനിമ ചെയ്യാൻ താല്പര്യപ്പെട്ട് നടക്കുന്ന ഒരാൾക്ക് മോട്ടിവേഷനാണത്. അപ്പോൾ അങ്ങനെയുള്ള ആ വാക്കുകളൊക്കെ ഞങ്ങളെ ഒരുപാട് ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. അതോടൊപ്പം ഈശ്വരാനുഗ്രഹം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ ഈശ്വരന്മാരെയും തൊഴുത് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞങ്ങളുടെ കോയപ്പുറത്തമ്മ, കുമാരനല്ലൂരമ്മ, എൻ്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ തറവാടിൻ്റെ അടുത്തുള്ള അതോടൊപ്പം തന്നെ മുടിയൂർക്കര തിരുക്കുടുംബ ദേവാലയം,
ഞാൻ പഠിച്ച സ്കൂളിനോട് തൊട്ട് ചേർന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പരീക്ഷയൊക്കെ വരുമ്പം പ്രത്യേകിച്ചൊരു നേർച്ചയും അന്ന് പോയി ഇടാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തിരുക്കുടുംബ ദേവാലയത്തിലേക്കും ഒക്കെ എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ആ പള്ളിയുടെ ഒരു ഷോട്ട് വേണം അവിടെ നിന്നുള്ള, അല്ലെങ്കിൽ ആ പള്ളി നമുക്ക് വേണം എന്ന് പറഞ്ഞ് അതിൻ്റെ ഷോട്ടൊക്കെ നമ്മളതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മുടിയൂർക്കര ഉഴവൂർ, എൻ്റെ അമ്മയുടെ വീട് ഉഴവൂരാണ്, അവിടെ വെച്ചൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വിഷ്വലി നല്ല രസമുള്ള ഒരുപാട് ഷോട്ടുകൾ തന്നിട്ടുണ്ട്. അതൊക്കെ തന്നത് നമ്മുടെ കഴിവിനേക്കാളേറെ എനിക്ക് തോന്നുന്നത് ജിജോ എന്ന നമ്മുടെ ക്യാമറമാനാണ്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടെടുത്ത ഒരുപാട് ഷോട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കിട്ടുന്നത് ഈശ്വരാനുഗ്രഹം കൂടിയാണ്. കല എപ്പോഴും ഈശ്വരനിൽ ചേർന്നിരിക്കുന്ന ഒരു സാധനമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. നമ്മളുടെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളിലുള്ള ഒരുപാട് PhD കൊണ്ടോ ഒന്നുമല്ല നമ്മളൊരു കലാകാരനാകുന്നത്. അത് ഈശ്വരാനുഗ്രഹവും നമ്മുടെ പ്രയത്നവും ആ പ്രയത്നത്തിൻ്റെ സാഫല്യവും കൂടി ചേർന്നിട്ടാണ്. ഞാൻ ശൈലജ ശ്രീനിവാസൻ, അവരാച്ചൻ്റെ സ്വന്തം ഇണങ്ങത്തി എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ് ഞാൻ. നിങ്ങളെല്ലാവരും അത്ഭുതപ്പെടും, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു സ്ത്രീകൾ പ്രൊഡ്യൂസറായി വരുന്നത് വളരെ ചുരുക്കം എന്നല്ല, എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അസംപ്ഷൻ. ഞാനെന്ന് പറയുന്ന ഒരു സാധാരണ ലേഡിയാണ്. പക്ഷേ ഞാൻ ഒരു കൊച്ചു സ്കൂള് നടത്തുന്നുണ്ട്. 45 വർഷമായി ഞാനൊരു സ്കൂള് നടത്തുന്നുണ്ട്. അപ്പം എനിക്ക് ഒട്ടും ഫെമിലിയറായിട്ടുള്ള ഒരു വേദിയല്ല സിനിമയെങ്കിലും എൻ്റെ ഭർത്താവ് അതിലോട്ട് കാലെടുത്ത് വച്ചപ്പോൾ അതിലൊരു ഭാഗമാകാൻ എനിക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു പ്രൊഡ്യൂസറാകേണ്ടി വന്നു. അപ്പം ഒരു പ്രൊഡ്യൂസർ എന്താണെന്നും സിനിമയെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിലെയാണ് ഞാൻ. അപ്പം ആ സിനിമ എന്തെന്നും എന്താണ് ഒരു പ്രൊഡ്യൂസറുടെ റോളെന്നും കുറേ അധികം ഞാൻ ഇങ്ങനൊരു പ്രൊഡ്യൂസർ ആയതിന് ശേഷം ഞാൻ അതിന് ശേഷം പഠിച്ചു സിനിമ എന്താണെന്നുള്ളത്. അല്ലാതെ ഞാൻ സിനിമ കാണുക മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പം സിനിമയുടെ പിന്നാമ്പുറത്ത് എന്തൊക്കെ കഷ്ടതകളും നമുക്ക് എന്തൊക്കെയാണ് അത് തരണം ചെയ്ത് വരേണ്ടതെന്നും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി ഞാനൊരു പ്രൊഡ്യൂസർ ആയപ്പോൾ ഞാൻ അറിഞ്ഞു എന്ന് വേണം പറയാൻ. അപ്പം സ്ത്രീകൾ ഇന്ന് എല്ലാത്തിലും മുന്നോട്ട് വരുന്ന ഈ കാലത്തിൽ ഇതിലും മുന്നോട്ട് വരാൻ തന്നെ എല്ലാവരും കാൽവയ്പ് നടത്തുക. ഒരു പ്രൊഡ്യൂസറാകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് എൻ്റെ ഭർത്താവിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ആയിരിക്കുന്നത്. അപ്പം അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ബിക്കോസ് ഞാൻ പോലും അറിയാതെ ഞാനൊരു പ്രൊഡ്യൂസറായി. പക്ഷേ ഇന്ന് പ്രൊഡ്യൂസറിൻ്റെ വാല്യൂ എന്തെന്ന് ഞാൻ അറിയുന്നു. അപ്പം അതുകൊണ്ട് എല്ലാവരും അവരാച്ചിൻ്റെ സ്വന്തം ഇണങ്ങത്തിയെ സ്വീകരിച്ച് നമ്മളെ എല്ലാം, അതായത് ഈ മൊത്തത്തിൽ ഇതിൽ പുതിയതായിട്ട് അഭിനയിച്ചവരുണ്ട്, പുതിയതായിട്ട് സംവിധാനം ചെയ്തവരുണ്ട്, അങ്ങനെ ടെക്നിക്കലി ആൻഡ് ലൈക്ക് ആക്ടിങ് എല്ലാ സൈഡിലും പുതിയ ആൾക്കാരാണ് ഇതിൽ കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ എല്ലാം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഈ സിനിമ കാണുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ്. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ നമ്മുടെ കൂടെ കാണും എന്ന പ്രതീക്ഷയോടുകൂടി സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രൊഡ്യൂസറായ എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. ഭർത്താവിൻ്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹത്തിൻ്റെ പാഷനാണ് ഈ സിനിമ എന്ന ഒരു മാധ്യമത്തിൽ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വിനയൻ കൊച്ചച്ചൻ ഈ സിനിമയിൽ വന്നിട്ട് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു കാരണവർ സ്ഥാനമാണ് നമുക്ക്. അപ്പം വിനയൻ കൊച്ചച്ചൻ ആണ് നമ്മുടെ ഒരു റോൾ മോഡൽ എന്ന് വേണം പറയാൻ. അപ്പം ആ ഒരു ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാഷനായിരുന്നു, ഇത്രയും വർഷത്തെ ഒരു പാഷൻ. അത് സഫലീകരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ്. അപ്പം അത് വളരെയധികം സക്സസ്ഫുള്ളായിട്ട് വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതിനുവേണ്ടി എല്ലാവരും കൈകോർത്ത് നിൽക്കുകയാണ് നമ്മളെല്ലാം ആകാംക്ഷയോടെ.